യേശുനായക ശ്രീശാ നമോ നമോ നാശവാരണ ദേവാ നമോ നമോ മോക്ഷപൂജിത രൂപാ നമോ നമോ മഹീപാദാ യേശുനായക ശ്രീശാ നമോ നമോ നാശവാരണ ദേവാ നമോ നമോ മോക്ഷപൂജിത രൂപാ നമോ നമോ മഹീപാദാ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന് ലഭിച്ച ദർശനമാണ് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിൽ, അതായത് തുറന്ന സ്വർഗം. വെളിപ്പാട് 4:1. തുറന്ന സ്വർഗത്തിൻ്റെ ദർശനം യഹസ്കേലിനും ലഭിക്കുന്നുണ്ട്. യഹസ്കേൽ കെബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. യഹസ്കേൽ 1:1. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ദർശനം ലഭിക്കുമെന്നത് കർത്താവ് നൽകിയ വാഗ്ദത്തമായിരുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. യോഹന്നാൻ 1:51. യാക്കോബ് സ്വപ്നത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി ഭൂമിയിൽ വച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായും അതിന്മീതെ യഹോവ നിൽക്കുന്നതായും കണ്ടു എന്ന് ഉൽപ്പത്തി 28:12-19 വാക്യങ്ങളിൽ പറയുന്നു. യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം കല്ലേറ് കൊള്ളുന്ന സ്തെഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു എന്ന് പ്രവൃത്തി 7:55-56 വാക്യങ്ങളിൽ വായിക്കുന്നു. സ്വർഗത്തിലെ വാതിൽ തുറക്കുക മാത്രമല്ല, യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 4:1. ഇനി സംഭവിക്കാനുള്ളത് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയാ യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് എന്ന് അവിടെ പറയുന്നു. വിവശതയിൽ ആയ യോഹന്നാൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെയും കണ്ടു. 4:2. ഇവിടെ യോഹന്നാൻ സ്വർഗത്തിൽ പോയതായി പറയുന്നില്ല എങ്കിലും ആത്മവിവശതയിൽ ആയ യോഹന്നാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും സ്വർഗീയ കാഴ്ചകൾ തനിക്ക് ലഭിക്കുകയും ചെയ്തു. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവനെക്കുറിച്ച് 2 കൊരിന്ത്യർ 12:2 പറഞ്ഞിരിക്കുന്നു. ഇവിടെ വായിക്കുന്നത്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയില്ല, എന്നാൽ ദൈവം അത് അറിയുന്നു. എടുക്കപ്പെട്ടത് മൂന്നാം സ്വർഗത്തോളം പർദീസയോളം ആണ്. ക്രൂശിൽ കിടന്ന് അനുദപിച്ച കള്ളന് കർത്താവ് വാഗ്ദത്തം ചെയ്തതും ഈ പർദീസയാണല്ലോ. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ സ്വർഗത്തിൽ കേട്ടു എന്ന പൗലോസ് ഇവിടെ പറയുന്നത് 2 കൊരിന്ത്യർ 12:4. അതായത് സ്വർഗത്തിൽ കണ്ടതും കേട്ടതും പൗലോസിന് പറയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആത്മവിശ്വതയിലായ യോഹന്നാൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി നമുക്ക് നൽകിയിരിക്കുന്നു. യോഹന്നാൻ ആത്മവിശ്വതയിൽ സ്വർഗത്തിൽ പോയത് സഭയുടെ ഉത്ഗമനത്തിനുള്ള ഒരു വലിയ തെളിവാണ്. സഭയുടെ ഉത്ഗമനത്തെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. യോഹന്നാൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ നമ്മെയും ഒരു നാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഇവിടെ നാം വായിക്കുന്നത്. യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്ന കാഴ്ചയാണ് വെളിപ്പാട് 4 തുടർന്നുള്ള വാക്യങ്ങൾ.
അവിടെ സിംഹാസനത്തിലിരിക്കുന്നവനെയും കാണുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ ആരെന്ന് 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും എന്നാണ്. അതായത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് എന്ന് നാം ഇവിടെ കാണുന്നു. വെളിപ്പാട് 7:10 സിംഹാസനത്തിലിരിക്കുന്നത് ദൈവം തന്നെ എന്ന് പറയുന്നുണ്ട്. സിംഹാസനസ്ഥനായ ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെയും യഹൂദ രാജാവായ യെഹോശാഫാത്തിൻ്റെയും മുൻപാകെ പ്രവാചകനായ മീഖായാവ് ദൈവത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പ്രവചിക്കുന്നത്: യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കാണുന്നു. 1 രാജാക്കന്മാർ 22:19 വാക്യം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്ന കർത്താവിനെ യെശയ്യാവ് കണ്ടു. യെശയ്യാവ് 6:1. യെഹെസ്കേൽ കണ്ട സിംഹാസനസ്ഥനായ ദൈവത്തെക്കുറിച്ചുള്ള വിവരണമാണ് യെഹെസ്കേൽ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സിംഹാസനത്തിരിക്കുന്ന കർത്താവിൻ്റെ തേജസ് വിവരിച്ചിരിക്കുന്നത് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സമമാണ് എന്ന. സൂര്യകാന്തത്തിൻ്റെ നിറം വെള്ളയും പത്മരാഗത്തിൻ്റെ നിറം രക്തത്തിൻ്റെ ചുവപ്പും ആണ്. ഈ തേജസ് കണ്ടുകൊണ്ടാണ് ശൂന്യംകാരത്തി പറയുന്നത്, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. ഉത്തമഗീതം 5:10. ഒരു നാൾ അധിക താമസം കൂടാതെ നമ്മെയും കർത്താവ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കും. ഈ പ്രത്യാശയിലും നിശ്ചയത്തിലും വിശ്വാസത്തോടെ നമ്മുടെ ഓട്ടമോടി പൂർത്തീകരിക്കാം. കർത്താവെ, എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ആ ദിവസത്തിനായി വിശ്വാസത്തോടെ കാത്തിരിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. നമോ നമോ ശേഷിയറ്റവർക്കീശ നമോ നമോ